തിരുവനന്തപുരത്ത് നടന്ന CPM-ന്റെ യോഗത്തിൽ എന്തുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ വന്നില്ല, എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എക്സിറ്റ് പോളുകളിൽ പറഞ്ഞ സീറ്റുകൾ പോലും കിട്ടിയില്ല, 36 സീറ്റുകളിലേക്ക് CPM എന്തുകൊണ്ട് ചുരുങ്ങി എന്നതിൻ്റെയൊക്കെ ഉള്ള ഒരു ചർച്ചകളാണ് നടന്നത്. അതിനുശേഷം എല്ലാ കാലത്തും CPM പറയുന്ന ഒരു ക്യാപ്സ്യൂള് ഇപ്രാവശ്യവും ഈ ചർച്ചയിൽ ഇറക്കി. പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു, അതെല്ലാം കൃത്യമായി തന്നെ പഠിക്കുമെന്ന് CPM പറയുന്നു. പക്ഷെ അവർ ഇപ്പോഴും ഒരു കാര്യം സമ്മതിക്കുന്നില്ല, വലിയ രീതിയിൽ ജനവികാരം സർക്കാരിനെതിരെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി കോട്ടകളിൽ പോലും CPM-ന് ഇക്കുറി അടിപ്പതറിയത്. കൂടാതെ G. സുധാകരൻ എന്ന നേതാവിനെ അടക്കം CPM വലിയ രീതിയിൽ തള്ളി പറയുന്നു. മുഖ്യമന്ത്രി അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ അധിക്ഷേപമായ പരാമർശങ്ങൾ G. സുധാകരനെതിരെ നടത്തിയപ്പോൾ സുധാകരന്റെ അനുയായികൾക്കും അതോടൊപ്പം തന്നെ ആ പാർട്ടി കോട്ടയിലും അടക്കം അമ്പലപ്പുഴയിലടക്കം ഇത് വലിയ രീതിയിൽ റിഫ്ലക്റ്റ് ആയി, അല്ലെങ്കിൽ അത് എടുത്തു കാണിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതായത് CPM-ന്റെ സംസ്കാരമില്ലായ്മ അല്ലെങ്കിൽ സഭ്യമില്ലാത്ത ഓരോ ഭാഷകളിലേക്ക് വന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് പല പ്രാവശ്യവും പാർട്ടിയിലെ ഉന്നത നേതാക്കൾ, അതായത് പോളിറ്റ് ബ്യൂറോയിൽ അടക്കമുള്ള ഉന്നത നേതാക്കൾ പറയുന്ന ഒരു കാര്യം, പ്രകാശ് കാരാട്ട് അടക്കം MV ഗോവിന്ദനോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ്, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ അതിലൊരു അഹങ്കാരമോ അല്ലെങ്കിൽ അഹന്തയോ കാണിക്കരുത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ സേവിക്കാനാണ് രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുന്നത് എന്ന കാര്യം മറക്കരുതെന്ന് പല വിവരമുള്ള CPM-ലെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ വിവരമുള്ള നേതാക്കന്മാരൊന്നും ഇപ്പോൾ CPM-ൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഗോവിന്ദൻ മാഷാണ് അല്ലെങ്കിൽ ഒരു അധ്യാപകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മാഷാണെന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചാ പൊട്ടാത്ത കുറെ മലയാളം വാക്കുകൾ ചേർത്ത് വെച്ച് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പറയും. ഇത് മാധ്യമങ്ങൾക്ക് പോലും ഈ ഗോവിന്ദൻ മാഷ് എന്താണ് പറയുന്നതെന്ന് ഡീകോഡ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ജനങ്ങൾക്ക് പോലും ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് എന്ന് പോലും മനസ്സിലാകാൻ പറ്റാതെ ആ വാർത്താ സമ്മേളനം കാണാതെ പോകുന്നു. അപ്പോൾ അത് ജനങ്ങൾക്ക് പോലും കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരെങ്ങനെ തടഞ്ഞു കണ്ട് ചെയ്യുമെന്നാണ് ഈ CPM-ലെ തന്നെ സഖാക്കന്മാർ ചോദിക്കുന്നത്. ഈ CPM-ലെ താഴെത്തട്ടിലുള്ള നേതാക്കൾ അല്ലെങ്കിൽ അണികൾ പോലും എന്തെങ്കിലും പ്രശ്നം ഉയർത്തി കാണിച്ചാൽ അതൊന്നും തന്നെ മുഖവിലക്കെടുക്കാത്ത ഒരു പാർട്ടിയായി CPM മാറി. അതായത് പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷയുടെയും അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഭരണം നടന്നു, മറ്റുള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ സഖാക്കന്മാരും അല്ലെങ്കിൽ പ്രവർത്തകന്മാരും പറയുന്നതൊന്നും തന്നെ കേട്ടില്ല എന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇന്നിപ്പോൾ പിണറായി വിജയൻ ഡൽഹിയിലാണ്, പോളിറ്റ് ബ്യൂറോയിൽ ഒരു എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നതിൻ്റെ ഒരു വിശദീകരണം നൽകാനായിട്ട് പോകുന്നു. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവും, ആരാണ് പ്രതിപക്ഷ നേതാവെന്ന്. കുറച്ചും കൂടെ പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനുള്ള ഒരു സാധ്യതയാണ് ആദ്യ ടേമിൽ നിൽക്കുന്നത്. അവസാനം പിന്നെ മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ ബാലഗോപാലോ സജി ചെറിയാനൊക്കെ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ അതിലും വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് പിണറായി വിജയന് നേരെയും അതോടൊപ്പം തന്നെ ഗോവിന്ദൻ മാഷിന് നേരെയും ഉയർത്തുന്നത്. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് നേരെ രൂക്ഷമായ വിമർശനം പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തന്നെ ഇപ്പോൾ ഉന്നയിക്കുകയാണ്. കാരണം പിണറായി വിജയനും ഗോവിന്ദനും കൂടെ പാർട്ടിയെ തകർത്തു എന്നാണ് നേതാക്കൾ ഇപ്പോൾ ഒന്നടക്കം പറയുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരിന്റെ നിയന്ത്രണം മുഴുവൻ പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലായിരുന്നു. അതായത് അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിലായിരുന്നപ്പോൾ അന്ന് ജനങ്ങൾ ഉന്നയിക്കുന്ന എന്തെങ്കിലും പരാതികൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന എന്തെങ്കിലും പരിപാടികൾ അപ്പോൾ തന്നെ അവർ ചർച്ച ചെയ്ത് അതിനൊരു നിലപാടെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ പിണറായി വിജയനും അല്ലെങ്കിൽ ഗോവിന്ദനും പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും അങ്ങനെ പോകുന്നില്ല. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടത്. നിലവിൽ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടത് മുന്നണിയിൽ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ രൂക്ഷമാവുന്നത്. കൂടാതെ കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ വലിയ രീതിയിലുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു. കേരള കോൺഗ്രസ് M-ലെ തന്നെ നേതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ CPM-ഉമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമുക്ക് വേണ്ട, അതെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് ആ ബന്ധങ്ങളെല്ലാം നമുക്ക് തകർത്തുകൊണ്ട് നമുക്ക് NDA-യിലേക്ക് പോകാം, അതായത് BJP-യുടെ NDA-യുടെ ഒരു ഘടകകക്ഷിയായിട്ട് നമുക്ക് നിൽക്കാം എന്നുള്ള ഒരു നീക്കമാണ് കേരള കോൺഗ്രസ് M-ലെ ഒരു ഭാഗം നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നത്. കാരണം ഇനി എന്തെങ്കിലും ഒരു സീറ്റ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ വല്ല വകുപ്പുകൾ കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു MP സ്ഥാനമെങ്കിലും കിട്ടണമെങ്കിലോ BJP-യോടൊപ്പം നിന്നാൽ മാത്രമേ എന്തെങ്കിലും സാധിക്കുകയുള്ളൂ എന്നൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഒരു ഭാഗം കേരള കോൺഗ്രസ് M-ലെ നേതാക്കൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂടാതെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ല എന്നാണ് യോഗം പ്രധാനമായും വിലയിരുത്തുന്നത്. ഗോവിന്ദന്റെ ശൈലി, പ്രത്യേകിച്ച് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണമായതായി നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തണമെന്ന അദ്ദേഹത്തിന്റെ രീതി പാർട്ടിക്കും മുന്നണിക്കും വലിയ രീതിയിലുള്ള ഒരു വിള്ളലുണ്ടാക്കിയെന്നും അതൊരു വിമർശനത്തിന് അതീതമായെന്നും നേതാക്കൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത പല നേതാക്കളുമായി
അഭിപ്രായപ്പെടുന്നുണ്ട്. പിണറായി വിജയനും എം വി ഗോവിന്ദനും ചേർന്നുള്ള ഒരു കോക്കസ് ആണ് നിലവിൽ CPM-നെ നയിക്കുന്നതെന്നും ആരോപണത്തിൽ ഉയർന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ CPI അംഗങ്ങൾ വ്യാപകമായി UDF-ന് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്താണ് ചുവപ്പ് കോട്ടകളുടെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തന്നെ യോഗത്തിൽ സൂചിപ്പിച്ചു. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായെന്നും ഇത് പാർട്ടിയുടെ വിജയ സാധ്യതകളെ ബാധിച്ചുവെന്നും വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരത്തിൽ പരസ്യമായ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉന്നയിച്ചതിലും അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിലും CPM നേതൃത്വം കടുത്ത അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വരുന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എം യോഗത്തിൽ ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത്. വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എം NDA-യിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു രാജ്യസഭാ MP പോസ്റ്റ് എങ്കിലും കിട്ടണം എന്നതാണ് ഇപ്പോൾ ഒന്നുമില്ലാതെ നിൽക്കുന്നത്. 12 സീറ്റിലും ഒരു സീറ്റ് പോലും, 1-2 സീറ്റ് പോലും നേടിയില്ല. പാലയിൽ പോലും ഈ കേരള കോൺഗ്രസ് എമ്മിന് തകർന്ന് തരിപ്പണമാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അത്രയേറെ നാണക്കേടാണ്. അതുകൊണ്ടാണ് അവർ NDA-യിലേക്കെങ്കിലും ഇപ്പോൾ ചേക്കേറി അവരുടെ ഒരു അഭിമാനം കാക്കാൻ വേണ്ടി നിൽക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.